Good afternoon. Good afternoon, ma'am. Good afternoon. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രെയർ ഒക്കെ കഴിഞ്ഞോ അതോ ജോയിൻ ആയതേ ഉള്ളോ? ജോയിൻ ആയതേ മാം, പ്രയർ കഴിഞ്ഞില്ല. ഓക്കെ, പ്ലീസ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചൊല്ലട്ടെ മാം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വകേകമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി ഡൗട്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ക്ലാസ് എവിടം വരെയായി? തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ഇതിലാണ് ഇപ്പോ. ഓക്കെ, ആരെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? ഈ ടോപ്പിക് ഞാൻ എടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമ്മൾ തുടങ്ങിയിരുന്നോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എനിക്ക് ഓക്കെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പേജ് നമ്പർ 90.
സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ? അത് ഏതെങ്കിലും ടോപ്പിക്സ് കഴിഞ്ഞോ? നമ്മൾ അതിൽ ഏതെങ്കിലും പോർഷൻസ്? ഒരു ടേബിൾ ആയിട്ടുള്ള ചൈൽഡ് പാറ്റേൺ അതിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യണം ഇനി അതില്. ഇതാണോ? സോ നമ്മുടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതൊരു ജീവനുള്ള വസ്തുവും നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആകണം. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി, ഫ്ലവേഴ്സ് ആണെങ്കിലും ശരി, മനുഷ്യരാണെങ്കിലും ശരി, മൃഗങ്ങളാണെങ്കിലും ശരി അല്ലെ. അപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് മറിയ മോണ്ടിസോറി അവരുടെ കുറെ ഒബ്സർവേഷൻസ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവര് ബേർത്ത് തുടങ്ങി 6 years വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ആ ഒരു ഒബ്സർവേഷൻ അവർക്ക് പറയാനായിട്ട് പറ്റും. അഡോളസൻസിനെയും യൂത്തിനെയും കുറിച്ചും അവർക്ക് കാര്യമായ ഇൻഫർമേഷൻസും ഒബ്സർവേഷൻസും നമുക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു ഫണ്ടമെന്റൽ, ഒരു മനുഷ്യന്റെ ആ ഒരു ഫണ്ടമെന്റൽസ്, എല്ലാ ഡെവലപ്മെന്റിന്റെയും ഫൗണ്ടേഷൻ ഇടുന്ന കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിരുന്നു. അത് വളരെ സയന്റിഫിക്കുമായിരുന്നു. ഓക്കെ, നമുക്ക് പലതും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആണ്. അവർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു മനുഷ്യക്കുട്ടി എന്ന് പറയുമ്പോൾ ഒരു മൃഗങ്ങളുടെ ഒരു കുട്ടി, അനിമൽ ബേബീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഇൻകേപ്പബിൾ ആണ്, ഡിപ്പെൻഡന്റ് ആണ്. പലതിനും അവർക്ക് സപ്പോർട്ട് വേണം. വേറൊരാളെ സഹായമില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. പക്ഷെ അവരൊരു ഏജിലേക്ക് എത്തി അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അവരതൊരു കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ പിന്നെ അവരുടെ മുന്നില് വേറൊരു സ്പീഷീസും ഇല്ല. ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്പീഷീസ് ആയിട്ട് ഇവരങ്ങ് വളർന്ന് മാറും. അതുപോലെ പൊട്ടൻഷ്യൽ ആയിരിക്കും മനുഷ്യർക്ക്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോ ആണ് ഒരു ഹ്യൂമൻ എന്നുള്ളത് എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അവർ വിളിച്ചൊരു പേരാണ് കേട്ടോ. മറിയ മോണ്ടിസോറി അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും ഓരോ ടേംസ് കൊടുക്കും. അങ്ങനെയാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറഞ്ഞത്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഭ്രൂണാവസ്ഥയാണ്, വളർച്ചയൊന്നും ആയിട്ടില്ല. പക്ഷെ പുറത്തേക്ക് വന്ന മനുഷ്യൻ ശരീരം കൊണ്ട് എല്ലാ ഭാഗങ്ങളും ആയെങ്കിലും മനസ്സ് അപ്പോഴും വളർന്നിട്ടില്ല, ഒരു എംബ്രിയോ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് മൈൻഡിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോ ഡെവലപ്പ് ആകാനായിട്ട് പല കണ്ടീഷൻസ് ആവശ്യമാണ്. അത് കൂടാതെ തന്നെ ഇന്റേണലി പല ടൂൾസും അവൈലബിൾ തന്നെയാണ്. അതാണ് നമ്മൾ ആ മോഡൽസിൽ കാണുന്നത്. ആ ഒരു ഡെവലപ്മെന്റും അത് ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ്, അതിന് നെസസറി കണ്ടീഷൻസ്, വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റും, കൊടുക്കുന്ന ഫ്രീഡവും കിട്ടുന്ന ഫ്രീഡം അല്ലെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്. അവർ സെൻസിറ്റീവ് ആണ് പല പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, എൻവിയോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകും. പിന്നെ അബ്സോർബൻ മൈൻഡ് ആണ് അവരുടെ. എന്ത് കണ്ടാലും അവരത് അങ്ങനെ അബ്സോർബ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു മൈൻഡാണ്. ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം, ലോ ഓഫ് വർക്ക്. ആ ഒരു ഡെവലപ്മെന്റിന്റെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് വർക്ക്. ഓക്കെ, തുടങ്ങിയിട്ടില്ലല്ലോ ലോ ഓഫ് വർക്ക്. നമ്മൾ തുടങ്ങിയിട്ടില്ല അല്ലെ? ഇത്രയല്ലേ ആയിട്ടുള്ളൂ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. തുടങ്ങിയിട്ടില്ല മാം. ഓക്കെ, സോ ലോ ഓഫ് വർക്ക് ആരാ ഒന്ന് റീഡ് ചെയ്യാം? വായിക്കട്ടെ മാം. Law of work. Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find serenity and joy in work. According to Maria Montessori, children at Casa de Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great
need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children become normal. Okay, ma'am? Enough. ഓക്കെ, സോ ലോ ഓഫ് വർക്ക്. ലോ ഓഫ് വർക്ക് ആണ്. ആ ലോ ഓഫ് വർക്ക് എന്നുള്ളതല്ല, ലോ ഓഫ് വർക്ക്. അപ്പോ നമുക്കറിയാം കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ കളികളിലൂടെ അവർ പല കാര്യങ്ങളും ലേൺ ചെയ്യുവാണെങ്കിൽ അതാണ് മറിയ മോണ്ടിസോറി ഫോക്കസ് ചെയ്തത്. അതാണ് ലോ ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ. വർക്ക് ടു പ്ലേ, അതാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ആ കുട്ടികൾ കളിക്കുന്നതാണെങ്കിൽ ദേ ആർ ഡൂയിങ് വർക്ക്. ആ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും അല്ലെ? പിന്നെ ഇവിടെ അങ്ങനെ അവർക്കൊരു കാര്യം ചെയ്യുന്നത് അവർക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റിന്റെ നെസസറി കണ്ടീഷൻസ് എൻവിയോൺമെന്റും ഫ്രീഡം ആണെന്നത്. അങ്ങനെ പറ്റുന്ന ഒരു സ്പേസും അവർക്ക് കിട്ടണം, ഒരു എൻവിയോൺമെന്റും കിട്ടണം, അവർക്ക് ഫ്രീഡം കിട്ടണം. എന്തുകൊണ്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് കളിക്കണം, അതിനുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടുവാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരത് വളരെ അറ്റൻറ്റീവ് ആയിട്ട് ചെയ്യും. വളരെ എന്താ പറയാ, പീസ്ഫുൾ, സെറിനിറ്റി, ആ പീസ്ഫുൾ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ഈ മറിയ മോണ്ടിസോറി ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാസാഡെ ബാമ്പിനി അവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത മോണ്ടിസോറി സ്കൂളില് കുട്ടികൾ ഇതുപോലെയായിരുന്നു. അവരിങ്ങനെ ആ ഒരു വർക്കിലൂടെയാണ് അവരവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ പല സെൽഫ് പേഴ്സണാലിറ്റി, അവരുടെ ഇൻഡിവിജ്വാലിറ്റി, ഐഡന്റിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നത്. കുട്ടികളെ അവർ ഒബ്സർവ് ചെയ്തു. കാരണം പല കുട്ടികൾക്കും ചിലപ്പോ വരുമ്പോ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് അവരാ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഹോസ്റ്റിലിറ്റി, അൺഫ്രണ്ട്ലി ആയിട്ട്, ഒട്ടും ഭയങ്കര റഫായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാത്ത ആ രീതിയിലുള്ള കുട്ടികളുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അവർ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു ഇതുപോലുള്ള എൻവയോൺമെന്റിൽ. എന്തുകൊണ്ടാണ്? അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള എൻവയോൺമെന്റുമാണ്. അവിടെ ആരും അവരെ പണിഷ് ചെയ്യാനോ റെസ്ട്രിക്ട് ചെയ്യാനോ വരുന്നില്ല. അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു കാം ഡൗൺ ആകുന്നു. ഇങ്ങനെ ഒരു എൻവയോൺമെന്റും ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്കിംഗ് മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തപ്പോൾ അവര് അഗ്രസീവും വയലന്റ് നേച്ചറുമായിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് വന്ന കുട്ടികളെല്ലാം വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യും. പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, ചിലപ്പോ മന്ത്സ് എടുത്തിട്ടുണ്ടാവും, ഡിപ്പെൻഡിങ്, ഓരോ കുട്ടികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്. അങ്ങനെ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ വളരെ കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ അവരിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസപ്പിയർ ആകുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ അവർ വർക്ക് ചെയ്യുമ്പോൾ അവരിൽ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പം പിന്നെ ആ നോർമൽ സ്റ്റേറ്റിലേക്ക് കുട്ടി പോവുകയാണ്. അതാണ് നോർമലൈസേഷൻ. നിങ്ങൾക്ക് ടീച്ചർ എടുക്കും നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഇത് പറയുന്നുണ്ട്. കുട്ടി നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റോ, അതുപോലെ തന്നെ ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്സ് എല്ലാം ആദ്യം ചെയ്തു തീർക്കുന്നു, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നല്ല. ആ കുട്ടി ചുറ്റുപാടിനെയും മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ ചെയ്യുന്ന വർക്ക് വളരെ ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആകുന്നതിനെയാണ് നമ്മൾ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് ആയിട്ട് മാറുന്നു കുട്ടി. ആ ഒരു നോർമലൈസേഷൻ ആണ് അവിടെ നടന്നത്. അപ്പോൾ ഈ വർക്കിലൂടെ കുട്ടി ബിക്കം നോർമൽ. ത്രൂ വർക്ക് ആ കുട്ടി നോർമൽ ആയിട്ട് മാറും. നിങ്ങളിത് തന്നെ വായിക്കുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, കുട്ടികൾക്ക് പ്രോപ്പറായ എൻവയോൺമെന്റും ഫ്രീഡവും പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ അവരത് നശിപ്പിക്കാനോ ചുറ്റുപാട് നശിപ്പിക്കാനോ നോക്കാതെ അതിരുന്ന് വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ഒരു പീസ്ഫുൾ ഹാർമോണിയസ് ആയിട്ട് അവിടെ മാറുന്നു. അങ്ങനെ കുട്ടി നോർമലൈസേഷനിലൂടെ കടന്നു പോകുന്നു, നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. അത് വളരെ അഗ്രസീവ്നെസ്സും വയലന്റ് നേച്ചറും അൺഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുണ്ടായിരുന്ന കുട്ടികളായിരിക്കാം, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കാം. ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവര് നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ
ഇതൊരു ഫണ്ടമെന്റൽസ് ആണ്. അവർക്ക് ആ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് അവർ വന്നു. ഇനി അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് അവരിൽ വരും. നേരത്തെ അനുസരണ ഇല്ലാതിരുന്നുണ്ടാവും, അതൊക്കെ പിന്നെ അങ്ങ് മാറി ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിക്കുന്നു, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു, ഓർഡർ അവരിൽ വരുന്നു. ഇതെല്ലാം ഇങ്ങനെ പടിപടിയായിട്ട് ഇനി വന്നിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെ വർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ ചേഞ്ചസ് വരില്ല അല്ലെ. അവര് അഗ്രസീവ്നെസ് ആണ്, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കി ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒരു പണിഷ്മെന്റും കൂടെ തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ചേഞ്ചസ് വരില്ല, നോർമൽ സ്റ്റേറ്റിലേക്ക് അല്ല. അവർ കൂടുതൽ ചിലപ്പോൾ അഗ്രസീവ്നെസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അവർ വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടികളെ ഇങ്ങനെ ഒരു ഇതിലൂടെ, ഒരു എൻവയോൺമെന്റിലൂടെ ഈ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അതെല്ലാം മാറി നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാള് വളരെ ആക്റ്റീവ് ആവുന്നത്. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഞാൻ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാലേ, നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, അതൊന്നും ഇല്ലാതെ ആവുമ്പോഴേക്കും, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ നൈബർഹുഡിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര നൈബേഴ്സ് ഒക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലാണ്. അപ്പൊ തലേദിവസം തുടങ്ങി അവിടെ ആയിരിക്കും ഫുഡും എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ 2-3 ദിവസം വീട്ടിലൊന്നും വെക്കൊന്നുമില്ല, ഭക്ഷണം ഉണ്ടാക്കില്ല, വീട്ടിലെ ഒരു പണികളും ചെയ്യണ്ട, അവിടെ പോയിരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതല്ലേ. നമ്മളപ്പോഴേക്കും ഒരുമാതിരി ടയേർഡ് ആയി പോകും അല്ലേ. നമ്മള് ഒരു എന്താ പറയാ, ഒരു ലേസിനെസ്സോ എന്തൊക്കെയോ പോലെയോ. അതേസമയം നമ്മൾ ദിവസവും എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെടി നോക്കലോ, നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങോ, അങ്ങനെ നമ്മളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ലൈവ്ലി ആയിരിക്കും അല്ലെ. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. നെക്സ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതും ഒരു അഡൾട്ട് ചെയ്യുന്നതും നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ വീട്ടിൽ നമ്മൾ തന്നെ ജഗ്ഗിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഒരു കുട്ടിയും അതേ കാര്യം തന്നെ ചെയ്യുവാണ്, സെയിം ജഗ് സെയിം ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു അഡൾട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു കുട്ടി ചെയ്യുന്നത്. നമ്മൾക്കറിയാം ജഗ് ഏത് പൊസിഷനിൽ എങ്ങനെ പിടിച്ചാലാണ് വെള്ളം കറക്റ്റ് വരുള്ളൂ. നമ്മൾ കൂടുതൽ ഇങ്ങനെ ജഗ് ഇതാക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഫോഴ്സിൽ സ്പിൽ ഔട്ട് ആകാം, അതൊക്കെ നമുക്കറിയാല്ലേ. പക്ഷെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അതറിയില്ല. അവന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വാട്ടർ വല്ലാതെ സ്പിൽ ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ അവന് നെക്സ്റ്റ് ടൈം രണ്ടാമത് ചെയ്യുമ്പോൾ അവനറിയാം, ഞാൻ ഇങ്ങനെ ഒഴിച്ചാൽ വാട്ടർ സ്പിൽ ഔട്ട് ആവും. അപ്പൊ അവൻ ശ്രദ്ധിച്ച് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സിലൂടെ അവൻ ഡെവലപ്പ് ആകുവാണ്. നമ്മൾ ഓൾറെഡി ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, നമുക്കറിയാം ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ടേബിൾ നമുക്ക് തള്ളി നീക്കണം, എത്ര ഫോഴ്സ് നമുക്ക് എത്രത്തോളം ദൂരേക്ക് അതിനെ തള്ളണം എന്നുള്ളത് നമുക്കറിയാം. എത്ര ഫോഴ്സ് കൊടുത്താലാണ് അത് അത്രയും പോവുക എന്നുള്ളത്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഇത്ര ദൂരത്തേക്ക് അതിനെ ഒന്ന് പുഷ് ചെയ്യണമെങ്കിൽ ഇത്ര ഈ രീതിയിൽ ഞാൻ ഫോഴ്സ് കൊടുക്കണം എന്നൊന്നും അവന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് പിടിച്ചു തള്ളും. അങ്ങനെയാണ് അതങ്ങ് ദൂരെ അങ്ങ് പോകും. ഈ പലപ്പോഴും കുഞ്ഞുങ്ങള് ക്യൂ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ചതിന് പോകുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിലുള്ള ആളെ ഒന്ന് പിടിക്കുന്നതോ അല്ലെങ്കിൽ അയാളെ ഇത് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇവർ അറിയാതെ പുഷ് ചെയ്തങ്ങ് പോകും. കാരണം ഇവര് മാക്സിമം എഫേർട്ട് എടുത്ത് ആ ആളെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ പെട്ടെന്ന് അറിയാതെ അങ്ങ് തള്ളിപ്പോകും. മുന്നിലുള്ള കുട്ടി ചിലപ്പോൾ വീഴാം. ഇവരോട് ചോദിച്ചാൽ നീ എന്ത് ചെയ്തു, നീ ഇങ്ങനെ തള്ളിയിടാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നേ പറയുള്ളൂ. കാരണം അവര് വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അവര് ജസ്റ്റ് ഒന്ന് ആളെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇത്തിരി പിടിച്ചതായിരിക്കാം. പക്ഷെ ഫോഴ്സ് കൂടുതൽ കൊടുത്തു പോയി, അത് അങ്ങോട്ട് ആള് വീഴുകയും ചെയ്തു. ഇതൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അവര് ശരിക്കും കള്ളം പറയുന്നില്ല, അതല്ല, അവർക്ക് അറിയില്ല എത്ര എഫേർട്ട് കൊടുക്കണം. അവര് അവരുടെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ man builds himself through working. ഓക്കെ, നെക്സ്റ്റ് അഡൾട്ടും കുട്ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇങ്ങനെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് റീഡ് ചെയ്യാമോ? ആരാ റീഡ് ചെയ്യാനുള്ളത്? ആരുമില്ല? ജസ്റ്റ് വായിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. യെസ് പ്ലീസ്. ആരുമില്ല? ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഒരു കുട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് അഡൾട്ടിന്റെ വർക്കിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇനി
ഒരു അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻഡ് റിസൾട്ട്, ആ ഒരു ഇപ്പം ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യണം, പരിപ്പ് ഫില്ല് ചെയ്യണം. നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് പരിപ്പൊക്കെ വാങ്ങിച്ച് പൾസസ് എന്തെങ്കിലും പരിപ്പോ പയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മളുടെ ഉദ്ദേശം എന്താ? അത് മുഴുവനും ആ പാത്രത്തിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കുക. അവൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അവന്റെ ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. ഒരു ന്യൂ വേർഡ് അതിനകത്തുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, എനിക്ക് ന്യൂ വേർഡ് ആയിരുന്നു. തേർഡ് സെന്റൻസിൽ ഹി, HIE, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യുക, മൂവ് ക്വിക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ്. അവരുടെ മോട്ടോർ ഡെവലപ്മെന്റിന്റെ പല കാര്യങ്ങളും ഇതിൽ കാണിക്കും. പിന്നെ സെൽഫ് കോൺസെപ്റ്റ്, അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ജഗ്ഗിന്ന് വെള്ളം ഒഴിച്ചപ്പോ കുട്ടിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും, വെള്ളം മുഴുവൻ അവിടെയാകും, ഞാൻ അത് ക്ലീൻ ചെയ്യേണ്ടി വരും. കാര്യം ചിലപ്പോൾ കുട്ടിയെ വഴക്ക് പറയില്ലായിരിക്കാം, പക്ഷെ എന്നാലും കുട്ടിക്ക് കൊണ്ട് അത് ഒരു മോപ്പ് ചെയ്യാനായിട്ട് ഒരു ക്ലോത്ത് എന്തെങ്കിലും കൊടുക്ക്, കുട്ടി തന്നെ അത് ക്ലീൻ ചെയ്യണം. അപ്പൊ അവനത് മനസ്സിലാവുമല്ലോ. അപ്പൊ അവനിലൊരു സെൽഫ് കൺസെപ്റ്റ് വരും. ഞാനപ്പൊ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും, കുറെ പുറത്തേക്ക് പോകും, അപ്പൊ ഞാനത് ശ്രദ്ധിക്കണം. സോ സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെത്താനെ ഡെവലപ്പ് ആവുകയാണ്. പേഴ്സണാലിറ്റി, വിൽ, അവന്റെ വിൽ പവർ എല്ലാം ഡെവലപ്പ് ആവുക. ഹീയുടെ മീനിങ് എന്താ മിസ് പറഞ്ഞത്? HIE മീനിങ് എന്താ? മൂവ് ക്വിക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്കും അങ്ങനെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പീഡ്, അങ്ങനെ നടക്കോ ഓടോ എന്തായാലും ട്രാവൽ ക്വിക്ലി, മൂവ് ക്വിക്ലി എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൻ കൂടുതൽ എഫേർട്ട് എടുക്കാൻ നോക്കും. അപ്പൊ അവന്റെ ശ്രമിക്കുന്നത് ബൂസ്റ്റ് ചെയ്യുവാണ്, എഫേർട്സ് എല്ലാം ബൂസ്റ്റ് ചെയ്യും. ഇതെല്ലാം അവനെ കൂടുതൽ ഡെവലപ്പ് ആക്കും. ഇപ്പൊ ഫസ്റ്റ് ടൈം ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോ, നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, അവൻ മോർ ദാൻ 1 hour എടുത്തു എന്ന് വിചാരിക്കുക ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവൻ ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും എടുക്കുക, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവുന്നു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ 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 ഒരു കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവന്റെ എഫേർട്ട് കൂടുതൽ ബൂസ്റ്റ് ആവും, അവൻ അതിനകത്ത് അങ്ങ് എക്സ്പേർട്ട് ആവും. ഓക്കെ, അപ്പൊ ആ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമ്മൾ എങ്ങാനും കുട്ടിയെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു, കുട്ടി ഇപ്പൊ കടല പയറ് പരിപ്പൊക്കെ ഫില്ല് ചെയ്യാണ്, നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം, നീ ചെയ്താൽ അത് മുഴുവനും അവിടെ വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് അവിടെ നിൽക്കുവാണ്. മെന്റലി ഉള്ള ഡെവലപ്മെന്റ് നിൽക്കും, ഫിസിക്കലി അവന് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ചാൻസും അവിടെ കുറയുകയാണ്. അതേസമയം നമ്മളൊരു വലിയ ട്രേ, നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രേ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ഇനി ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോ ഈ കടലയോ എന്തെങ്കിലുമൊക്കെ താഴെ വീഴുവാണെങ്കിൽ അത് ആ ട്രെയിലല്ലേ വീഴുള്ളൂ, താഴെ വീഴുന്നതല്ലേ കളയേണ്ടത്. ട്രെയിൽ വീഴുമ്പോൾ അത് കുട്ടിയെ കൊണ്ട് തന്നെ കൗണ്ട് ചെയ്യിച്ചിട്ട് ഇടിക്കുക. അപ്പൊ അവിടെ ഒരു കൗണ്ടിങ്ങും കൂടെ അവർ പഠിക്കുവാണ്. അപ്പൊ അവർ ഭയങ്കര കോൺഫിഡന്റ് ആവും, യെസ് എനിക്കിത് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ താഴെ വീഴുന്ന കടലയുടെ നമ്പറൊക്കെ കുറയും അല്ലെ, അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആദ്യം കുറെ പോയിട്ടുണ്ടാവും, അത് അവർ കൗണ്ട് ചെയ്ത് നെക്സ്റ്റ് ടൈം ആവുമ്പോ ആ കൗണ്ട് ചിലപ്പോൾ കുറയും, വീണ്ടും കുറച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ അങ്ങനെ പലതവണയാവുമ്പോഴേക്കും അവനതില് അന്ന് മാസ്റ്റർ ആവുകയാണ് ആ ഒരു ആക്ടിവിറ്റിയിൽ. എൻവിയോൺമെന്റ്, ചുറ്റുമുള്ള എൻവിയോൺമെന്റ് ആണ് കുട്ടി യൂസ് ചെയ്യുന്നത് അവനെ ഡെവലപ്പ് ആക്കാൻ, അവനെ എൻഹാൻസ് ചെയ്യാനായിട്ട്. അഡൽട്സ് എന്താ ചെയ്യുന്നത്? അവർക്ക് എൻവിയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും, അതായത് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എൻവിയോൺമെന്റിൽ നിന്ന് അവർക്ക് ഇനി ഒന്നും എടുക്കാനില്ല, അവർ അതിന്റെ പീക്കിലെത്തിക്കഴിഞ്ഞു. അഡൽട്ട് ഡെവലപ്പ് ആകാനൊന്നുമില്ല, അവർ അതിന്റെ ആ ഒരു പീക്കിലെത്തിക്കഴിഞ്ഞു. പക്ഷെ കുട്ടി ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ പല പല ചേഞ്ചസും പല പല ഡെവലപ്മെന്റ്സും കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അത് എൻവിയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എൻവിയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും പല പല ഇമേജ് ആയിട്ട് ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുവാണ്. അത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾ പലപ്പോഴും പടം വരയ്ക്കുന്നത് ഈ ഇമേജ്, ഈ മെന്റൽ ഇമേജ്, ഈ മസ്കുലർ മെമ്മറി, അതിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ പലപ്പോഴും പലതും ചെയ്യുന്നത്. ഇനി പിന്നെ കുട്ടികൾക്ക് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ, അവരൊരു പ്രോസസ് ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരതിന്റെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അത് കിട്ടിക്കഴിയുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ കൈകൊട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ.
അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവർക്ക് വരുന്നതാണ്. അവർക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് അതെന്ന് പറയുന്നത്, ഒരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അഡൾട്ട് എന്ന് പറയുന്നത് അവർക്ക് അതിന്റെ എൻഡ് റിസൾട്ട് മതി. വെള്ളം ഗ്ലാസ്സിൽ ഒഴിക്കുക അല്ലെങ്കിൽ ജഗ്ഗിൽ ഫില്ല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്കത് ആ ഇൻട്രസ്റ്റ്, ആ പണി ഒന്ന് തീർക്കുക, അത്രയേ ഉള്ളൂ അഡൽട്ടിന്. ക്ലോത്ത് ഫോൾഡിങ്, നമുക്ക് ആ പണി ഒന്ന് തീർത്ത് വൃത്തിയായിട്ട് ഷെൽഫിൽ വെക്കാം, നമുക്ക് എൻഡ് റിസൾട്ടേ ഉള്ളൂ. പക്ഷെ കുട്ടി ആ ക്ലോത്തിന്റെ ടെക്സ്ചർ, ആ ക്ലോത്ത് ഫോൾഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഷേപ്പ് എല്ലാം എൻജോയ് ചെയ്തിട്ടായിരിക്കും കുട്ടി അത് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ വർക്ക് ഡിഫറെന്റ് ഫ്രം അഡൽട്ട്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 3.5 വയസ്സുള്ള കുട്ടി, ഇപ്പം പിങ്ക് ടവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, 10 ക്യൂബ്സ് ആണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. 10 സെഗ്മെന്റ്സ്, ക്യൂബ്സ് ആണ് ഓരോന്നും. ആ 10 ക്യൂബ്സ് ഇത് മാറ്റിലൊക്കെ വെച്ചിരുന്ന് ചെയ്യുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കും. ഒരു 10 സെപ്പറേറ്റ് കാര്യങ്ങൾ, ഓരോ ക്യൂബും അവനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളായിട്ട് അവൻ കണക്ട് ചെയ്യും. ഓരോന്നിനും ഓരോ വെയിറ്റ് ആണ്, ഓരോ വലിപ്പം, ആ ഒരു വ്യത്യാസം, ആ സൈസിന്റെ ഡിഫറൻസ് അത് മനസ്സിലാക്കും. കയ്യിലെടുക്കുമ്പോൾ അവന് കയ്യിൽ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെ. കൊച്ചു കയ്യിൽ ചിലപ്പോൾ ഏറ്റവും വലിയ പിങ്ക് ടവർ ഒരുമിച്ച് ഒറ്റ കയ്യിൽ അവന് വെക്കാൻ പറ്റിയെന്നല്ല, ചിലപ്പോൾ 2 കൈ കൊണ്ട് എടുക്കേണ്ടതായിട്ട് വരും. ചെറുതായി ചെറുതായി വരുന്നതോറും ഒരു കൈ കൊണ്ട് മതിയാകും, ആ ഒരു രീതിയിൽ. അപ്പൊ അവന് ഓരോ ക്യൂബും അവനെ സംബന്ധിച്ച് ഓരോ ലേണിംഗ് പ്രോസസ്സാണ്. ഒരു അഡൽട്ടിന് പക്ഷെ അത് അത്ര വലിയ കൗതുകമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ വി നോ ദാറ്റ് ഹൗ ടു സ്റ്റാക്ക്, നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. പക്ഷെ കുട്ടി ആ സ്റ്റാക്ക് അറേഞ്ച്മെന്റ്സിൽ നിന്നും ഓരോ കാര്യങ്ങളും പഠിക്കുകയാണ്. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് നോക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും അവിടെ എവിടെയോ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അത് അവൻ കറക്റ്റ് ചെയ്യും. പിന്നെ ധൃതി പിടിക്കില്ല. അഡൽസിന് ധൃതിയാണ്, എത്രയും പെട്ടെന്ന് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. കുട്ടിക്ക് ആ ഒരു ഹറി ഇല്ല. ആ ഏറ്റവും നന്നാക്കി 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 അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് ലോ ഓഫ് വർക്ക്. അപ്പൊ മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ആ ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് മനുഷ്യൻ വളർന്നു വരുന്നത്. ഓക്കെ, അതിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അഡൽട്ടും കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് ചെയ്യുമ്പോഴേക്കും കുട്ടികളിലെ പല നെഗറ്റീവ് ഫാക്ടേഴ്സും ഒക്കെ ഇല്ലാതാകും. അവർ കൂടുതൽ പോസിറ്റീവ് ആവും, കൂടുതൽ ആക്റ്റീവ് ആകും. അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. അവർ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ അവരെ കടന്നു പോകും. അതാണ് നമ്മളിപ്പോ ലോ ഓഫ് വർക്കിൽ പറഞ്ഞത്. നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ പറഞ്ഞു ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലെ. ഇൻഡിപെൻഡൻസ് കൊടുക്കുവാണെങ്കിൽ, ആ ഒരു ഫ്രീഡം കൊടുക്കുവാണെങ്കിൽ അവരെന്താവും, നമ്മൾ ഒരു കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നു, നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. അവർ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവും. എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുവാണ് കേട്ടോ. പഠിക്കണ സമയത്ത് ചില സബ്ജക്റ്റിനൊക്കെ അമ്മ പഠിപ്പിക്കണം. ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയിപ്പോയി. അതേസമയം നമ്മൾ അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. കുറച്ച് സമയം നമ്മളവിടെ ഇരിക്കുമ്പോഴേക്കും അവര്, എന്റെ മോൻ അങ്ങനെ കേട്ടോ, അവര് ഇങ്ങനെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇരിക്കണം. ആള് തന്നെ ഇങ്ങനെ പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് പോയാലും കക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നാൽ മതി, ഒരു നിഴൽ അവിടെ കണ്ടാൽ മതി. അവർക്ക് അതൊരു കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷെ ഈ കുട്ടിക്ക് അമ്മ പഠിപ്പിച്ചു കൊടുക്കണം. അമ്മ സോഷ്യോളജി അങ്ങനെ എന്തായിരുന്നു, അപ്പൊ അത് റിലേറ്റഡ് സബ്ജക്ട്സ് ആ കൊച്ചിനെ പഠിപ്പിക്കണമായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിലും ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിൽ എത്തിയിട്ടും ഇപ്പൊ ഡിഗ്രിക്ക് എത്തിയിട്ടും. അപ്പൊ അങ്ങനെ കുട്ടികൾ വല്ലാണ്ട് ഡിപ്പെൻഡന്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവാണ്. ഞാൻ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അമ്മ അത് പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള രീതി. ശരിക്കും 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങും. നമ്മളൊന്ന് ഫ്രീ ആകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് വേയിൽ അത് അവര് തന്നെ താനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഫ്രീ ആകാം. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് അടുത്തത്. നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ ആൾ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആകുന്നത് എന്നുള്ളതാണ്. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ പറ്റിയ ആരെങ്കിലും? ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും? ഞാൻ വായിക്കാം. യെസ്, വായിക്കട്ടെ. Law of independence. Little children, from the moment they are weaned, are making their way toward independence. In their childhood, children fight for independence.
through the process of evolution. The child earns more independence and uses this to allow his own inner guide for his actions. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to hear to his own inner guide for actions that can be useful to him. മുഴുവൻ വായിക്കണം മാം. നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ഇല്ലേ, മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, അതും കൂടെ ഒന്ന് വായിച്ചു. അതിനു മുന്നേ ഒന്നും കൂടിയുണ്ട്, ഒരു പാരഗ്രാഫ്. In fact, he who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous, since it tends to suffocate their useful, spontaneous activity. Maria Montessori meant independence as a biological term. To be independent, one must function without the instant help of others. In human development, the achievement of successive grades of independence. The response to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense in which a man can achieve freedom. For the independence of choice is born with the power to think and reason. ഓക്കെ, സോ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, അതാണ് ഇവിടെ വരുന്നത്. അതാണ് ഈ ഇതിലെ തീം മുഴുവനും. അപ്പൊ അങ്ങനെ അതിന് ഓരോരോ എന്താ പറയാ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇനി വരുന്ന ടോപ്പിക് അതാണ്. അപ്പോ കുട്ടികളെ പലപ്പോഴും കുഞ്ഞായിരിക്കുമ്പോ അവർക്ക് ഭയങ്കര വാശി കാണിക്കൂലേ, ഞാൻ ചെയ്യാം, ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ ഉടുപ്പിട്ടോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം. ദേ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ. അത് അവരുടെ ഒരു ടെൻഡൻസിയാണ്. അവർക്ക് തന്നെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഡ്രസ്സ് അവർ തന്നെ ബട്ടൺ ഇടാൻ നോക്കും, താനെ ആ ഷൂ ഒക്കെ ഇടാൻ നോക്കും. ചിലപ്പം ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിഞ്ഞു പോയാലും അവരെ സംബന്ധിച്ച് അത് തന്നെയായിരിക്കും റൈറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള വേ. അപ്പൊ അങ്ങനെ അത് അവരുടെ ഒരു ഇവല്യൂഷൻ ആണ്, ഒരു ചേഞ്ച് അവരിൽ വരുവാണ്. കൂടുതൽ ഇൻഡിപെൻഡൻസ് അവര് ഭക്ഷണം നമ്മളിപ്പോ എന്തെങ്കിലും വിശേഷ അവസരങ്ങളില് ഇലയിലൊക്കെ സദ്യയൊക്കെ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കും വേണം ഒരു ഇല, അവർക്കെല്ലാം വേണം. എല്ലാം ചിലപ്പോൾ താഴെയൊക്കെ പോവായിരിക്കും, ബട്ട് ഇറ്റ്സ് വെരി ക്യൂട്ട് അല്ലെ, അവര് തന്നെത്താനെ അതിരുന്ന് കഴിക്കുന്നതായിട്ട്. ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിന് അത് ആവശ്യമാണ്. തന്നെ ഭക്ഷണം കഴിക്കുക, തന്നെ ചില കാര്യങ്ങൾ ചെയ്യുക, അത് നോർമൽ ഡെവലപ്മെന്റിന് ആവശ്യമാണ്. നാച്ചുറലി കുട്ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ചിലപ്പോൾ അവർ കുറേ സമയം എടുക്കുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ചില പാരന്റ്സ് ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് എല്ലി ചെയ്യും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, നിന്നെ കൊണ്ട് അതൊന്നും പറ്റുമൊന്നുമില്ല, അത്ര സമയം എടുക്കുന്നത് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. ബട്ട് അങ്ങനെയല്ല, ആ കുട്ടികള് ആ ടൈം എടുത്തോട്ടെ, അവരുടെ ഓൺ റേറ്റില്, ഓൺ സ്പീഡില്, ഓൺ പേസില് അവർ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ പല കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കൊരു ഉള്ളിൽ നിന്ന് ആരോ ഗൈഡ് ചെയ്യുന്ന പോലെയാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ പറയും ഉൾവിളി പോലെ, അത് ചെയ്യണം, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. അപ്പൊ നമ്മളും ഓരോന്ന് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു ഇന്നർ ഗൈഡ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികളിൽ. സെർവിലിറ്റി എന്ന് പറഞ്ഞല്ലോ, പീസ്ഫുൾ. സെർവിലിറ്റി ആണോ സെറിനിറ്റി ആണോ? സെർവിലിറ്റി സിവിയർ ആയിട്ടുള്ള ആക്ഷൻസ്, അതാണ് സെർവിലിറ്റി. സെറിനിറ്റി ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പീസ്ഫുൾ എന്ന് പറഞ്ഞു. സെറിനിറ്റി ആണെങ്കിൽ ഒരു പീസ്ഫുൾ എന്നാണ്. നമുക്ക് നേരത്തെ സെറിനിറ്റി എന്നൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. സെർവിലിറ്റി സിവിയർ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുക, അവരോട് സിവിയർ ആയിട്ട് ഒരു ഹാർഡായിട്ട് റഫായിട്ട് പെരുമാറുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ വരില്ലേ,
അതാണ് സെർവിലിറ്റി വരുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ, അവരുടെ ആ ഇൻഡിപെൻഡൻസിന് നമ്മൾ തടസ്സം നിൽക്കുവാണെങ്കിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സിവിയർ ആയിട്ടുള്ള ചില ആക്ഷൻസ് ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി അത് ഡേഞ്ചറസ് തന്നെയാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവരുടെ പല ആക്ടിവിറ്റി, പല ഡെവലപ്മെന്റിനെയും അത് തടസ്സപ്പെടുത്തും, സഫോക്കേറ്റ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ഫടികം മൂവി അല്ലെ? എല്ലാരും അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ആ മൂവിയെ കുറിച്ച്. അവിടെ ആ കുട്ടിക്ക് എന്തൊരു ടാലന്റ് ആയിരുന്നു, ക്രിയേറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുമായിരുന്നു. പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് മാഷായിരുന്നു ചാക്കോ മാഷ് അല്ലെ? ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല. കുട്ടിയെ ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യും, അവൻ ചെയ്യുന്നതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കാരണം ആ അച്ഛൻ വളരെ ഒരു ഐഡിയൽ ആണെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. അദ്ദേഹം വരച്ച വരയിൽ കുട്ടി പോകണം, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കുട്ടി പഠിക്കണം, കുട്ടി മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ കുട്ടിക്ക് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും അദ്ദേഹം കണ്ടതേയില്ല. അങ്ങനെ ആ കൊച്ചൊരു ബ്രാറ്റായി മാറുക, ഒരു മുടിയനായ ഒരു പുത്രൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ലൈഫേ മാറും അല്ലെ? ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ മാറുന്നു, വേറെ സർക്കിളിലേക്ക് പോകുന്നു. അങ്ങനെ ആണ് ആ കഥാപാത്രത്തെ നമ്മൾ അതിനകത്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ചാക്കോ മാഷിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്, മാനസാന്തരപ്പെടുവാണ്. പക്ഷെ അപ്പോഴേക്കും എത്രയോ വൈകി കഴിഞ്ഞു. ആ ഒരു കൊച്ചു കുട്ടിയുടെ നല്ല ചൈൽഡ്ഹുഡ്, നല്ലൊരു അഡോളസൻസ്, കൗമാര കാലഘട്ടം, അച്ഛന്റെ സ്നേഹം, കെയർ, ഒരു ഫാമിലിയുടെ സപ്പോർട്ട് വേണ്ടുന്ന കാലം എല്ലാം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവന്റെ കഴിവുകൾ പുറം ലോകം അറിയാതെ പോയി, അതിങ്ങനെ പൊടി പിടിച്ച് തട്ടുപുറത്ത് കിടന്നു അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ. നമ്മൾ കുട്ടിയുടെ അടുത്ത് സിവിയർ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ പെരുമാറുന്നു, നമ്മളുടെ അങ്ങനെ ഒരു ആക്ഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടി അത് തടസ്സപ്പെടുത്തും. ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. സഫോക്കേറ്റ് ചെയ്യും അവരുടെ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി, അതെല്ലാം തടസ്സമാകും. അവരുടെ പല ഡെവലപ്മെന്റും നടക്കുന്ന ഒരു ടൈമാണ്, അതിനെല്ലാം അത് തടസ്സമാകും. ഓക്കെ, അപ്പം ടു ബി മോണ്ടിസോറി പറയുന്നത് ടു ബി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും, അതാണ് ഇൻഡിപെൻഡന്റ് പറയുന്നത് അല്ലേ? നമ്മൾ വേറൊരാളുടെ സഹായത്തോടു കൂടി കുളിക്കുന്നത് തന്നെ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കുട്ടികൾ ഒരു പ്രായം വരുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? അപ്പൊ അത് ആ ഒരു ഇൻസ്റ്റന്റ് ഹെൽപ്പ് പോലും ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ അതൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് തന്നെയാണ്. ഓരോരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളായിരിക്കും കുട്ടി പഠിക്കുന്നത്. കുട്ടി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രായമായവർ പറയില്ലേ, എടുക്കരുത്, അവൻ വളരില്ല എന്ന്, എടുത്തോണ്ട് നിൽക്കല്ലേ, എടുത്തോണ്ട് നടക്കല്ലേ എപ്പോഴും. കുട്ടി വളരില്ല, കുട്ടിയുടെ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുമ്പോൾ വരുന്നത് അല്ലെ? ആ ഒരു ക്രോസ് മോട്ടോർ സ്കിൽസ്, വലിയ മസിൽസ് ഡെവലപ്പ് ആകുകയാണ് ഈ നടക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ സംസാരിക്കുന്നത്, പിന്നെ ഓരോ കാര്യങ്ങളും ചോദിക്കും, സംശയങ്ങൾ ഭയങ്കരമായിരിക്കും, ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുന്നവരെ അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് ആണ്. പിന്നെ അങ്ങനെ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലാണ് കുട്ടിയുടെ ഇമാജിനേഷൻ, തിങ്കിങ്, അതെല്ലാം കുറെ കൂടെ നല്ല രീതിയിൽ വൈഡായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിങ്കിങ്ങും റീസണിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകും. കുട്ടിക്ക് ചിന്തിക്കുന്നത് കുറയും, പല കാര്യങ്ങൾ, പ്രോബ്ലം സോൾവിങ്, ഇതിനെല്ലാം പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇൻഡിപെൻഡൻസ് ആണ് കുട്ടിയെ ഓരോ കാര്യങ്ങളും ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഈ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഫോർത്ത്, അങ്ങനെ രീതിയിൽ 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് റീഡ് ചെയ്യാമോ? ഓക്കെ, ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പൊ ഒരു മോണ്ടിസോറി എൻവിയോൺമെന്റില് Secondly, the child must be encouraged to develop his പാരഗ്രാഫ് വായിക്കണേ ലിനി. ഫസ്റ്റ് പോയിന്റ് അതിലാക്കുന്നത്. Oh, sorry, ma'am. To bring up independence in Maria Montessori environment, firstly,
The child must be given chance to work with material in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active sign of the child's individual lib- liberty must be so instructed that thought activity he may acquire independence. We generally serve children, and this is not only an action of servitude towards him, but it is ensured since it tends to suffocate their useful. Spontaneous activity, uh, our duty towards him is in every case of helping him to make a takeover of such useful acts as nature planned that he should perform. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങ് ഒരുമിച്ച് പറയാം. ഫസ്റ്റ് പോയിന്റ്, അതായത് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളുടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഫസ്റ്റ് നമുക്ക് കുട്ടിക്ക് ചാൻസ് കൊടുക്കണം, അവന് വർക്ക് ചെയ്യാൻ, അവന് കളിക്കാൻ, പ്ലേ ആണല്ലോ. ആ എൻവിയോൺമെന്റിൽ ഒഴിക്കുന്ന കുറെ മെറ്റീരിയൽസ് ഇങ്ങനെ അവിടെ ഷെൽഫിലുണ്ട് അല്ലെ. എല്ലാം കുട്ടികളുടെ സൈസിലുള്ള ഷെൽഫാണെന്നും പറഞ്ഞു. എല്ലാം ഓപ്പൺ ഷെൽഫാണ്, കുട്ടിക്ക് പോയി ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കുട്ടികൾക്ക് കൊടുക്കണം. നമ്മള് ടോയ്സ് ഒക്കെ ഭയങ്കര വില കൊടുത്തൊക്കെ വാങ്ങും, എന്നിട്ട് ഷെൽഫിൽ വെക്കും. ഒരു കുഞ്ഞു പോലും എടുക്കാത്ത കുറേ ടോയ്സ് ഉണ്ടാവും ചില വീടുകളിലെ ഷെൽഫിൽ അല്ലെ. കുട്ടി അതെടുത്ത് കളിക്കട്ടെ, ചിലപ്പോൾ അതിന്റെ ഏതെങ്കിലും പോർഷൻ പൊട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് എടുത്ത് യൂസ് ചെയ്യാൻ, അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോകണം. കാരണം ഈ കണ്ടന്റ് വായിച്ചാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വരും, മനസ്സിലാവില്ല എന്താ സംഭവം എന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ ഞാനത് അത്രത്തോളം സിമ്പിൾ ആക്കിയാണ്, കണ്ടന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ സിമ്പിൾ ആക്കിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കൊടുക്കേണ്ടത് അതാണ്, കുട്ടിക്ക് ആ ഒരു ചാൻസ്, ആ ഒരു എൻവിയോൺമെന്റിൽ അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ. അല്ലാതെ ചുമ്മാ അവിടെ കുട്ടിയെ ഒരു ചെയറിൽ കൊണ്ടിരുത്തി നീ അനങ്ങരുത്, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇവിടെ ഇരിക്കണ ഒന്നും എടുക്കരുതെന്ന്, അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ചാൻസ് ആണ്, ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും. No one can be free unless he is independent. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. എക്സാമിന് ഞാൻ ചോദിക്കാറുണ്ട്. No one can be dash unless he is independent, അല്ലെങ്കിൽ no one can be free unless he is dash. അങ്ങനെ രണ്ട് രീതിയിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, രണ്ട് ആൻസർ കിട്ടുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ഫ്രീഡവും ഇൻഡിപെൻഡൻസും ആയിട്ടൊരു കണക്ഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്, അവന് ആ ഒരു നല്ലൊരു ഫ്രീഡം കിട്ടുവാണ്. അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് എത്ര സമയം വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടും. അപ്പൊ അങ്ങനെയാണ്, അപ്പൊ കുട്ടിക്ക് നല്ലൊരു ഫീല് വരിക, യെസ് എന്നെ ഇവിടെ ആരും കൺട്രോൾ ചെയ്യാനില്ലല്ലോ, എനിക്കിത് ചെയ്യാനുള്ള അവസരം തന്നല്ലോ. സോ ദാറ്റ് മീൻസ് അവർക്ക് നമ്മളോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുവാണ്. അവരും നമ്മളുമായിട്ട് ഒരു നല്ലൊരു കണക്ഷൻ അപ്പൊ അവിടെ ഫോം ചെയ്തു. പിന്നെ നമ്മളെ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒരു കാര്യത്തിലും കുട്ടിയെ നിർബന്ധിച്ച് നീ അത് ചെയ്യുന്ന പറയേണ്ട ആവശ്യമില്ല. അവരിൽ തന്നെ ആ ഒബീഡിയൻസ് വരും, അവര് നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. ചില കുട്ടികൾ പറയില്ലേ, ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ അമ്മുമ്മ പറഞ്ഞാൽ കേൾക്കാം, അപ്പൂപ്പൻ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാൽ കേൾക്കാം, ചേട്ടൻ പറഞ്ഞ, ടീച്ചർ പറഞ്ഞാൽ കേൾക്കാം. അങ്ങനെ അവർക്ക് ആരോടാണോ ആ ഒരു സ്പേസ് വന്നത്, അവരതിനനുസരിച്ച് അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും, അവരെ ഒബേ ചെയ്യും. അത് എത്ര പ്രായമായാലും ചിലപ്പോ ഉണ്ടാവും അല്ലെ ചില വ്യക്തികളിലത് അല്ലെ. ഓക്കെ, അങ്ങനെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം നമ്മുടെ ഭാഗത്ത് അവരിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇൻസെക്യൂർ ആകും, അത് അവരെ സഫോക്കേറ്റ് ചെയ്യും. അവർക്ക് പല കാര്യങ്ങളും തന്നെത്താനെ ചെയ്യാനായിട്ട് ആ ഒരു ഫ്രീഡത്തോടെ കൂടി ചെയ്യാൻ പറ്റാതെ വരും.
അങ്ങനെ വരുമ്പോൾ അവരുടെ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി, അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, അതങ്ങ് നിന്നു പോകും, അല്ലെങ്കിൽ അത് തടസ്സപ്പെട്ടു പോകും. തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന, തന്നെത്താനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കുട്ടി തന്നെത്താനെ പെർഫോം ചെയ്യട്ടെ. നമ്മുടേതായ രീതിയിലുള്ള തടസ്സപ്പെടുത്തലുകളൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. അവനത് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഒരു സ്പേസും അവിടെ കൊടുക്കണം. ആ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും ആരെങ്കിലും റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാമോ? Secondly, the child must be encouraged to develop his will. The child's strength must be directed towards a given end in an activity chosen for him. Thirdly, the child must be aided in developing discipline. They should be given constructive work. Fourthly, the child is required to know and have a knowledge of good and bad. To accomplish this distinction, the adult must set firm limits against destructive and unsociable actions. The directress should never be afraid of destroying what is evil. It is what is good she must fear to destroy. Good being interpreted as any activity which needs to order, harmony, self-development, and therefore to discipline. Evil being anything which needs to the dissipation of the child's creative energies and therefore to disorder. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can a child work for himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains in just usurping the child, he will not realize his full potential. Maria Montessori assumed that in order to be free, one needs to be independent. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് കുട്ടികൾക്ക് ആ ഒരു ചാൻസ് കൊടുക്കണം, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇനി അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം നമ്മൾ പെർഫെക്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ കുട്ടി ചെയ്തു തുടങ്ങുമ്പോൾ അവന് ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് അവൻ, ഇപ്പൊ പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യുന്നത് തന്നെ എക്സാമ്പിൾ പറയാം. 10 ക്യൂബ്സ് ഉണ്ടല്ലേ, കുട്ടി സ്റ്റാക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 6ാമത്തെ 7ാമത്തെയും തമ്മിലൊന്ന് തിരിഞ്ഞു പോയി എന്ന് വിചാരിക്കും. കാരണം 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ വരുമ്പോൾ ചില ബ്ലോക്സ് കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു പെർസെപ്ഷനിൽ അവർക്ക് അത് താഴെയായി അവർ വെച്ചു പോകും, ചെറുത് അതിന്റെ മുകളിൽ വലുത് വരുന്നു. അപ്പോൾ ഓവറോൾ ലുക്ക് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല, അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ കുട്ടിയെ എൻകറേജ് ചെയ്യുവാണ്. അവനത് റിപ്പീറ്റ് ചെയ്ത് അവനത് ശരിയായ രീതിയിൽ നമ്മൾ കുട്ടിയെ എൻകറേജ് ചെയ്യുന്നു. അത് അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും. അതേസമയം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മള് നിന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല, നീ ചെയ്താൽ ശരിയാവുന്നില്ല, കണ്ടില്ലേ തെറ്റിപ്പോയത്, എങ്ങനെയാണോ വെക്കണ്ടേ, ആ രീതിയിൽ നമ്മളുടെ ഒരു അപ്രോച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും. അവരുടെ സെൽഫ് എസ്റ്റീം കുറയും. അവർക്ക് തന്നെ മനസ്സിൽ തോന്നും, ഓ ഐ എം നോട്ട് ഗുഡ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, അങ്ങനെയൊരു തോട്ട് ആ ചെറുപ്പത്തിലേ തന്നെ അവരുടെ ഉള്ളിലേക്ക് കടക്കും. നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ, അവര് തന്നെത്താനെ കറക്ഷൻ ഒക്കെ ചെയ്ത് അവരത് ചെയ്യുന്നത് നമ്മൾ നല്ലപോലെ ക്ഷമയോടെ നോക്കിയിരുന്ന് അവരെ എൻകറേജ് ചെയ്യാതെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, തേർഡ്, മൂന്നാമതായിട്ട് പറയുന്നത്, അപ്പൊ നമ്മൾ എൻകറേജ് ചെയ്തു സെക്കൻഡ് പോയിന്റിൽ. നെക്സ്റ്റ്, കുട്ടിക്ക് ആവശ്യമായ കൺസ്ട്രക്റ്റീവ് വർക്ക് പ്രൊവൈഡ് ചെയ്യണം, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവരുടെ ആ ഒരു അവർ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അവരത് ഇഷ്ടത്തോടു കൂടി ചെയ്ത് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുമ്പോൾ അവര് അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ നമ്മൾ പറയുമല്ലേ, അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവരിൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര നമ്മളെന്താ ഷൗട്ട് ചെയ്ത് വടിയെടുത്ത് പേടിപ്പിച്ച് അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഇവിടുത്തെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഡിസിപ്ലിൻ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ അങ്ങ് കൊണ്ടുപോയപ്പോഴേക്കും താനെ അവരിൽ
ഡിസിപ്ലിൻ വരുന്നു, അവർ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു, ആ മെറ്റീരിയൽസിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു, അത് വളരെ നീറ്റായിട്ട് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നു, എങ്ങനെ എടുത്തോണ്ട് വന്നു അതുപോലെ, അങ്ങനെ അതെല്ലാം അവരിൽ തന്നെ ഉണ്ടാവുക. അപ്പൊ തേർഡ്ലി ആ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കുട്ടി അങ്ങോട്ട് അതിലേക്ക് ഡീവിയേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് അവർക്ക് വളരെ ആക്ടിവിറ്റീസ് ഉള്ള രീതിയിലുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ട്, നമ്മൾ ഒന്നിലും ഇടപെടുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഒരു ജസ്റ്റ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഇടപെടണം. അത് പിന്നെ വളം വെച്ച് കൊടുക്കരുത്, മീൻസ് ആ പോട്ടേന്ന് പോലും വിചാരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കറക്റ്റ് ചെയ്യാം. പക്ഷെ അത് കറക്റ്റ് ചെയ്യുന്നത് പണിഷ്മെന്റ് കൊടുത്തോ പേടിപ്പിച്ചോ അങ്ങനെയല്ല, അത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ നമ്മുടെ കഴിവാണ്, ആ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അതിനോർത്ത് നമ്മൾ ഇടപെട്ട് കുട്ടിയുടെ ഫ്രീഡം നമ്മൾ തടഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഇടപെടുക. ഗുഡ് എന്നുള്ളതിന് അപ്രൈസൽ കൊടുക്കുക, ബാഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇടപെട്ട് അത് ഇല്ലാതാക്കുക. അതെല്ലാം അവരുടെ ഡിസിപ്ലിനിലേക്കും അവരുടെ ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, ഇതാണ് ഗുഡ് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡിസിപ്ലിനിലേക്ക് പോകുന്നു. ഈവിൾ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതുകൊണ്ട് കൂടിയാണ് ആ ബാഡ് ആയിട്ടുള്ള സൈഡിനെ ഇല്ലാതാക്കുന്നത്. കാരണം കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും അത് തകർക്കും. ലാസ്റ്റ്ലി ഏറ്റവും അവസാനം നമുക്കറിയാം കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ്, കുട്ടിക്ക് ഫ്രീഡം ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടിക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ലപോലെ വർക്ക് ചെയ്യാനും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ അഡൾട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയുള്ള നമ്മളുടെ ഒരു ശ്രദ്ധ വേണം. പക്ഷെ നമ്മൾ പാസീവ് ആയിരിക്കണം. ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ അവിടെ കുട്ടിയാണ്. നമ്മൾ പാസീവായിട്ടൊരു സൈഡിൽ അവന്റെ സറൗണ്ടിങ്സിന്റെ കൺട്രോള് അവൻ തന്നെ ചെയ്തു. അഡൾട്ട് ഒരിക്കലും അൺസേർപ്പിങ് എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ് കുട്ടിയുടെ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പോകാം. അപ്പൊ അവന് വെള്ളം കുടിക്കാൻ പോകണം, അവൻ തന്നെ പോയി കുടിച്ചോളും. നമ്മൾ അതിന് വേണ്ടിയിട്ട് അവനെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ അതെല്ലാം അവന്റെ ഡെവലപ്മെന്റിന്റെ ഓരോരോ കാര്യങ്ങളാണ്. ഈ അവൻ ജസ്റ്റ് പുറത്തു പോയി നിൽക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് ഫ്രീ ആകണമെങ്കിൽ വൺ നീഡ്സ് ടു ബി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഫ്രീ, ഇൻഡിപെൻഡന്റ്, ഫ്രീഡം ഇതെല്ലാം തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കുക. നെക്സ്റ്റ് പവർ ഓഫ് അറ്റൻഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, അതിനുശേഷം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ ശ്രദ്ധയോടെ എത്ര നേരം വേണമെങ്കിലും ഇത് ചെയ്യും. അപ്പൊ അവരുടെ ആ അറ്റൻഷൻ സ്പാൻ വളരെ കൂടുതലായിരിക്കും. അവർ വളരെ ശ്രദ്ധിച്ചായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പവർ ഓഫ് അറ്റൻഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. അതാണ് ഇവിടെ നല്ല കോൺസെൻട്രേഷൻ, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും കുട്ടി ചെയ്യുന്നത്. ഓക്കെ, ഇത് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മാം ഇപ്പൊ പറഞ്ഞ 4 പോയിന്റ് ഇല്ലേ, അത് ഞാൻ 4 ബ്രീഫ് ഒരു പോയിന്റ് പോലെ എഴുതി വെച്ചേ കറക്റ്റ് ആണോ നോക്കേ. ഗിവ് ചാൻസ് ടു വർക്ക് വിത്ത് അവൈലബിൾ മെറ്റീരിയൽ, ഫസ്റ്റ് വൺ. സെക്കൻഡ്, എൻകറേജ് ദ ചൈൽഡ് ടു ഡു എനിത്തിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക്. To develop discipline to give constructive works. Take control towards children passively. Correct? Yeah, okay. Very good. Okay, so next, power of attention. Our ശ്രദ്ധ കുട്ടികളിൽ ഫിഫ്ത് പോയിന്റ് വായിച്ചില്ലേ? പാസീവ് അല്ലേ പറഞ്ഞത്? ഫിഫ്ത് എഴുതിയിട്ടില്ല. പാസീവ് എന്തോ പറഞ്ഞു, അതാ ഞാൻ ഫിഫ്ത് ആന്ന് വിചാരിച്ചത്. അഡൽട്ടിന്റെ പാസീവ്നെസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ ജിസ്മിന? ഞാൻ അങ്ങനെ കേട്ടപ്പോൾ ഫിഫ്ത് ആണ്. ഫോർത്ത് ആയത് ടേക്ക് കൺട്രോൾ ടുവർഡ്സ് ചിൽഡ്രൻ പാസീവ്ലി. ഫോർത്ത് പോയിന്റ് സ്കിപ്പ് ആയിട്ട് എഴുതുന്നു അല്ലെ. ഫോർത്ത് വൺ ഗുഡ് ബാഡ് അങ്ങനെയുള്ളതില് ഗുഡ് എന്നുള്ളത് അവരുടെ ഡെവലപ്മെന്റിലേക്ക് അവരെ കൊണ്ടുപോകുന്ന കാര്യമാണ്. പക്ഷെ ബാഡ് എന്നുള്ളത് അവരുടെ ഡെവലപ്മെന്റിനെ
തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻ നടത്തണം. കാരണം അത് കുട്ടിയുടെ ക്യാരക്ടറിനും ബാധിക്കും, ഡെവലപ്മെന്റിനെയും ബാധിക്കും, ഓക്കെ, ആ അറ്റ്മോസ്ഫിയറിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ബാഡ് കണ്ടാൽ ഉടനെ തന്നെ ഇടപെടണം എന്ന് മറിയ മോണ്ടിസോറി പറയുന്നത്. മറിയ മോണ്ടിസോറി കൂടുതൽ ഫോക്കസ് ചെയ്തത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ നെഗറ്റീവായി ബാധിക്കുന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ക്യാരക്ടറും ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിനെയും ബാധിക്കും, ഡെവലപ്മെന്റിനെയും ബാധിക്കും, ആ ഒരു സറൗണ്ടിങ്സിനെയും ബാധിക്കും, അല്ലെ? To give the knowledge to those children which is good or which is bad. Yes. Okay. Proper petition, my വായിക്കും. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interests not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses. In the Montessori environment, when children do activities, he develops his ability to focus and build his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is known that attracts him to an activity. Balance, ma'am. വായിച്ചു, read ചെയ്തു. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conquered has a tendency to remain in the mind to be pondered. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces an instinctive interest based on primitive impulses with intellectual interest. Now he becomes calmer, more controlled and restored. Okay, ma'am. ഓക്കെ, സോ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു കുട്ടികളിൽ, അല്ലെ? അപ്പൊ അവർക്ക് അതൊരു ന്യൂ പവർ എന്നുള്ള രീതിയിൽ. പിന്നെ കുട്ടികൾ വളരെയധികം ഇൻസ്പയർ ആകും. കളേഴ്സ്, സ്മെൽ, നോയ്സ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ പലതിനോടും അവർ ഭയങ്കര, അതാണ് അവർ സെൻസസ് യൂസ് ചെയ്ത് ലേൺ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. പല അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടി പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നു. അവന്റെ പേഴ്സണാലിറ്റി തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. അവിടെ കുട്ടികൾ കുക്ക് ചെയ്യുന്നുണ്ട്, കുക്കീസ് ഉണ്ടാക്കുന്നു, ലെമണേഡ് ജ്യൂസ് പോലെ ഉണ്ടാക്കുന്നു, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു, അങ്ങനെ പലതും അവരവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോന്നിലും അവർക്ക് ഫോക്കസ് ചെയ്യാനും നല്ല രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും. അവരുടെ പവർ ഓഫ് അറ്റൻഷൻ കൂടുന്നു, പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും തന്നെ അവരുടെ സെൻസസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ളതാണ്, സെൻസസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ളതാണ് എല്ലാ മെറ്റീരിയൽസും. അങ്ങനെ അട്രാക്റ്റഡ് അവർ ആ മെറ്റീരിയൽസിനോട്, അതിന്റെ കളറ്, ശബ്ദം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്, അങ്ങനെ പല രീതിയിലും അട്രാക്റ്റഡ് ആകും. ഇപ്പൊ മ്യൂസിക്കൽ ഏരിയ ഉണ്ട്, അവിടെ നിന്ന് പല രീതിയിലുള്ള നോയ്സ് അവർക്ക് കേൾക്കും, മ്യൂസിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കും. അങ്ങനെയൊക്കെ അവർ ഓരോ രീതിയിലും അട്രാക്റ്റഡ് ആവുന്നു. എന്താ, അതെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം അവരിൽ കൂടുമല്ലേ. അപ്പൊ അത് അവരങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റി അവർ ഇഷ്ടത്തോടുകൂടെ ചെയ്യുമ്പോൾ കുറേ സമയം ഇരുന്ന് ഭയങ്കര ഒബ്സർവേഷനിലോട് കൂടി അവർ ചെയ്യും. അങ്ങനെ അവരിൽ പവർ ഓഫ് അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ മറിയ മോണ്ടിസോറി ഓരോ മെറ്റീരിയലും ഉണ്ടാക്കിയതിന് ഓരോരോ കാരണങ്ങളാണ്. വൈഡാണ്, നമ്മൾ നോക്കുമ്പോൾ ഇത്രയുള്ള മെറ്റീരിയൽ, പക്ഷെ അതിൽ നിന്നൊരു കുട്ടി ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അതൊരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ് തന്നെ വളരെ കൂടുതലാണ്. മനസ്സിലായോ? എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ സൂക്ഷിക്കണം, നല്ല കെയർ കൊടുത്ത് അത് നല്ല നീറ്റായിട്ട് വെക്കണം. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനത്തിനെ അവർ ഭയങ്കര സൂക്ഷിച്ചു കൊണ്ടുപോയി വെക്കും. എവിടെയെങ്കിലൊക്കെ അവർ എടുത്ത് വെക്കാം. അവരുടെ
ബെഡിന്റെ സൈഡ് അങ്ങനെയൊക്കെ കുട്ടികൾ കൊണ്ടുപോയി ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, വളരെ സൂക്ഷിച്ച്. അപ്പൊ അതൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്, അവരുടെ ആ ഒരു ഇത് ഡെവലപ്പായി വരുന്നതാണ്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ കൂടുവാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള റിഫ്ലക്ഷൻസ് അവരുടെ മൈൻഡിൽ ഉണ്ടാകും. അതാണ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഓൾറെഡി അവർ നേരത്തെ കണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അവർ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. കോൺടേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ. ഇപ്പൊ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു. പിന്നെ പലപ്പോഴും പല ഇൻട്രസ്റ്റുകൾ അവർക്ക് കിട്ടുന്ന ഓരോ സ്പാർക്ക് ആണ് അവരെ ഓരോ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏതിലാണ് കുട്ടി കൂടുതൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില കുട്ടികൾക്ക് ലാംഗ്വേജ് ഏരിയ അവർക്ക് നല്ല ഇതായിരിക്കും, ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ ഏരിയ ആയിരിക്കും, സെൻസോറിയൽ ഏരിയയിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് ലാംഗ്വേജിൽ തന്നെ റീഡിങ് ആയിരിക്കും നല്ല ഇതായിട്ട് വരിക. ചില കുട്ടികൾക്ക് റീഡിങ്ങിനേക്കാൾ മുമ്പ് ചിലപ്പോൾ റൈറ്റിംഗ് ആകാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ പല രീതിയിലും. പിന്നെ മ്യൂസിക്കൽ ഇതിനനുസരിച്ച് റൃതത്തിനനുസരിച്ച് ബോഡി മൂവ്മെന്റ്സ്, ആ ഒരു കോർഡിനേഷൻ, കൺട്രോൾ, അങ്ങനെയും കാണാം. നമുക്ക് ഓരോ രീതിയിലും കുട്ടിയുടെ ആ ഒരു ടേസ്റ്റ്, ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതെല്ലാം ത്രൂ ഇതുപോലെ ആക്ടിവിറ്റീസിലൂടെ അവരെ കൊണ്ടുപോകണം. അപ്പോഴാണ് ഇവരിൽ ഇതെല്ലാം ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ലോ ഓഫ് വർക്ക് പറഞ്ഞു, കളിയിലൂടെ അവരെ വർക്ക് ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം എടുക്കാനും അത് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും അവരുടെ ഗുഡ് ബാഡ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇന്റർവ്യൂൻ ചെയ്ത് മാറ്റുന്നതും കുട്ടിയാണ് അവിടെ ആക്റ്റീവ് മെമ്പർ, അഡൾട്ട് അവിടെ പാസീവ് ആകുന്നതും ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, പവർ ഓഫ് അറ്റൻഷൻ, അവർ അറ്റൻഷൻ സ്പാൻ ഒക്കെ അവർക്ക് വളരെ കൂടുതലായിരിക്കും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അവർ അതിൽ നല്ലപോലെ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ അവര് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ലേൺ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പല കാര്യങ്ങളും ഇവരെ അട്രാക്ട് ചെയ്യും. ആ ഒരു സെൻസസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ മെറ്റീരിയലിനെയും മറിയം മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കളർ, സൈസ്, ഷേപ്പ്, ചിലതിന്റെ സൗണ്ട് അല്ലെ, അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് കുട്ടികൾ ചിലത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആകും, ട്രിഗർ ചെയ്യും. അങ്ങനെയുള്ള ഓരോ റിഫ്ലക്ഷൻസ് ആണ് അവരെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെ കോൺസെൻട്രേഷനും പവർ ഓഫ് അറ്റൻഷനും കൂടും. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എഴുതി വെച്ചാൽ അത്രയും നല്ലത്. കാരണം പരീക്ഷ സമയമാകുമ്പോൾ PDF വായിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോ ഇച്ചിരി ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മള് ക്ലാസ്സിലെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും. എല്ലാവരും എന്നോട് അങ്ങനെ പറഞ്ഞേ, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് PDF വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലാതെ PDF വായിക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, എനിവേ നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് അടുത്ത ദിവസം പോകാം. ഡെവലപ്മെന്റ് ഓഫ് വില്ലാണ്. അത് 3 സ്റ്റേജസ് ആയിട്ടാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അതൊരു റിപ്പീറ്റേഷൻ, പലതവണ കുട്ടി ചെയ്യുന്നു. പിന്നെ തന്നെത്താനെ കുട്ടിയിൽ ഉണ്ടാകുന്ന സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ കുട്ടി നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് ആ ഒരു എൻവയോൺമെന്റും ആ ഒരു സ്പേസും മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടം, ആ ഒരു ഒബീഡിയൻസ് അവരിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വില്ലിൽ വരുന്നത്. പിന്നെ അവരുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്, അവരുടെ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ്, ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെന്റ്. ട്രൈ ചെയ്ത് നോക്കൂ ഒന്ന് വായിക്കാൻ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്തങ്ങ് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും സാറ്റർഡേ കുറെ പേരെ കാണാനായിട്ട് പറ്റും അല്ലെ? സാറ്റർഡേ കാണാം. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay, ma'am. Thank you, Miss. മാം ഒരു കാര്യം ചോദിച്ചിട്ട്, സാറ്റർഡേ എനിക്ക് വരാൻ പറ്റൂല. ഏതെങ്കിലും ബാച്ചിന്റെ കൂടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? പിന്നെ അടുത്ത പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ? അതെ, ബാച്ചിന്റെ 16 ഒക്കെ ഉടനെ വരും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാള് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാച്ചിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ആ സമയത്തേക്ക് ഏതെങ്കിലും ബാച്ചിന്റെ കൂടെ വരാൻ പറ്റുമോ? അങ്ങനെ വരാലോ. ഓക്കെ. ഭയങ്കര സങ്കടമുണ്ട് വരാൻ പറ്റാത്തത്. ഞാൻ മാറ്റി എന്നുള്ളത് മെസ്സേജ് കണ്ടപ്പോ നന്നായി ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ആ ഡേറ്റിന് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വേറെ മെസ്സേജ് ഒന്നും ഇട്ടില്ല. കുറച്ച് പേരൊക്കെ ബുക്ക് ചെയ്തു. മാറ്റിയത് വേറെ ഒന്നുമില്ല, 2 പേരോ 3 പേരോ കൺഫർമേഷൻ പറഞ്ഞുള്ളൂ. ഇത്രയും പേരുണ്ടെന്ന് നമ്മൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തത്. കാരണം പിന്നീട് നമുക്ക് മാർച്ച് ലാസ്റ്റ് വീക്കിലേക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. യെസ്, ലിനിയാണ് എന്തോ പറയാമെന്നല്ലോ.
മാം റെക്കോർഡ് നമ്മളിപ്പോ എന്തായാലും കൊണ്ടുവരുന്നില്ലല്ലോ. എന്തോ റെക്കോർഡ് ബുക്ക് ഇപ്പൊ എന്തായാലും കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോ നമുക്കിത് കറക്ഷൻ ചെയ്ത് കിട്ടാൻ നമുക്കിപ്പോ നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് കൊണ്ടുവന്നിട്ടാണോ കറക്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ എങ്ങനെയാ അത് ചെയ്യാ? ബാച്ചിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യാം. ചിലര് അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഒരു ഡേ ഞങ്ങള് വരാന്ന് പറയും. പക്ഷെ നേരത്തെ ഒന്ന് അറിയിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും കൂടെ ബാച്ചിലുള്ള എല്ലാരോടൊക്കെ ഒന്ന് ചോദിച്ചു 3-4 പേരൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും കൂടെ ചെയ്തു പോവാലോ. അപ്പൊ അങ്ങനെ നേരത്തെ പറയണം. കാരണം എന്ന് വെച്ചാല് ഞാൻ വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. ടീച്ചർമാര് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഫീസും തമ്മിൽ ദൂരമുണ്ട്. ഓഫീസിലാണ് നിങ്ങൾ വരേണ്ടത്. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അതുപോലെ തന്നെ റെക്കോർഡിലൊക്കെ സൈൻ വേണമെങ്കിൽ അങ്ങനെ വരാം. പിന്നെ കുട്ടികൾ കോൺവെക്കേഷനിൽ അന്ന് വന്ന് സൈൻ ചെയ്ത് പോവാറുണ്ട് കേട്ടോ. അന്ന് പറയുമ്പോൾ ഞാൻ പറയും ഫംഗ്ഷൻ കഴിയണവരെ വെയിറ്റ് ചെയ്യണേന്ന് പറയും. ഫംഗ്ഷന്റെ ഇടയിൽ കൂടെ പോയിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ മാം. അന്ന് സൈൻ ചെയ്ത് കിട്ടൂലേ? ഓക്കെ ഓക്കെ മാം, താങ്ക് യു. പ്രാക്ടിക്കലിന് വരുമ്പോ നമുക്ക് ഓഫർ ലെറ്റർ ഒന്നും അവിടുന്ന് വാങ്ങിക്കാൻ പറ്റില്ലേ? ഓഫീസിലൊന്നും ആളുണ്ടാവില്ലേ? ഉണ്ടാവും. ഞാനിവിടെ സ്കൂളിൽ ഇന്നോ നാളെ പോയി സംസാരിച്ചിട്ട് വേണം. അപ്പൊ അവിടെ വന്നപ്പോ നേരിട്ട് വാങ്ങിച്ചാൽ മതി ലെറ്റർ. ഇപ്പൊ ഓക്കെ, കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.